ഈ ആരാധനാ സ്നേഹത്തിലായിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞാൻ പറയുന്നു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്രം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. കർത്താവിന്റെ വലിയ പ്രവർത്തികൾ ഈ മുൻപോട്ടിൽ നടക്കുന്നതിനെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുകയും കർത്താവിൽ ആനന്ദിക്കുകയും ചെയ്യുന്നു. ചുരുങ്ങിയ കാലഘട്ടങ്ങളിലാണ് ഈ മുൻപോട്ടില് വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്തത്. ഇന്ന് ഇതിനെ ഒരു മിഷനാക്കി കർത്താവ് മാറ്റി. മിഷനാകണമെങ്കിൽ എല്ലാ ഞായറാഴ്ചയും കുർബാനയുണ്ടാവണം. അതുപോലെ തന്നെ ഒരു വൈദികരെ ശുശ്രൂഷ ഒരു സമൂഹത്തിന് ലഭിക്കുമ്പോൾ, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെയും ചെറുപ്പക്കാരുടെയും യുവതികളുടെയും എല്ലാ കാര്യങ്ങളിലും വലിയ ആത്മീയ ശുശ്രൂഷ നടത്തുമ്പോഴാണ് ഒരു പ്രൊപ്പോസ്ഡ് മിഷൻ ഒരു മിഷനായിട്ട് മാറുന്നത്. ഒരു ഇടവകയ്ക്ക് തുല്യമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് നമുക്കറിയാം. എല്ലാ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഒരു ഇടവക സമൂഹത്തിന് ലഭിക്കുന്ന എല്ലാ ശുശ്രൂഷകളും ഇവിടെ ലഭിക്കുകയാണ്. നിഷ്കളങ്കനായ ഒരു ഇസ്രായേൽക്കാരൻ നഥനയേലിനെ കുറിച്ച് ഈശോ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും നാഥനെ കുറിച്ച് പറയാനായിട്ട് സാധിക്കും. നിഷ്കളങ്കനായ ഒരു ഇസ്രായേൽക്കാരൻ. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ വലിയ ശുശ്രൂഷ, വലിയ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഈ യൂപ്പോലെല്ലാം ശ്രദ്ധിച്ച കാര്യം ഒരു വലിയ കൂട്ടായ്മ അനുഭവം, പരസ്പരമുള്ള സഹകരണവും എല്ലാവരുടെയും കൂട്ടായ്മ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുകയാണ്. ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ കൂട്ടായ്മ ഉണ്ടാവുകയുള്ളൂ. ആത്മാവിന്റെ വലിയ പ്രവൃത്തി ഈ സമൂഹത്തിൽ നടക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അച്ഛനൊപ്പം ശുശ്രൂഷ ചെയ്യുന്ന കളിക്കാരന്മാരെയും കമ്മിറ്റിക്കാരെയും എല്ലാവരെയും ആരെല്ലാം ശുശ്രൂഷ ചെയ്യുന്നുണ്ടോ അവരെല്ലാം ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. മധ്യത്തിന് മുമ്പ് ശുശ്രൂഷ ചെയ്ത ഫാൻസാച്ചനെയും ജോയേച്ചനെയും ടോണേച്ചനെയും അതുപോലെ എല്ലാ വൈദ്യരെയും ആരെല്ലാം ഇവിടെ ശുശ്രൂഷ ചെയ്തിട്ടുണ്ടോ ചെയ്യുന്നുണ്ടോ അവരെല്ലാം നന്ദിയോടെ ഓർക്കുകയാണ്. അച്ഛനെയും നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. നമുക്ക് കർത്താവിന്റെ മുമ്പില് നന്ദിയുള്ളവരാവാം. അതുപോലെ തന്നെ ഇപ്പോഴായിരിക്കുന്നത് പോലെ തന്നെ കഴിവോടും വിശുദ്ധിയോടും കൂടെ ആയിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈ സ്ഥലത്തിന്റെ പേര് ന്യൂപോർട്ട് എന്നാണ്. ഒരു പുതിയ കവാടമാണ്. ഒരു പുതിയ കവാടമായിട്ട് എനിക്ക് അനുഭവപ്പെടുകയാണ് ന്യൂപോർട്ട്. എല്ലാവർക്കും മാതൃകയാകത്തക്ക രീതിയിലുള്ള പ്രവൃത്തികൾ ഇവിടെ നടക്കുകയാണ്. നമുക്ക് ഏകദേശം 120ഓളം സ്ഥലങ്ങളിൽ നമ്മുടെ സമൂഹങ്ങളുണ്ട്. അവരെല്ലാവരും ഈ ന്യൂപോർട്ടിൽ വരാനും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പഠിക്കുവാനും എല്ലാം ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ തുടർന്നും ഇതേപോലെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിച്ച് ഏറ്റവും പെട്ടെന്ന് തന്നെ ഒരു ഇടവകയായിട്ട് ഇത് മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇടവകയിലേക്ക് മാറണമെങ്കിൽ നമുക്ക് സ്വന്തമായ പള്ളി ഉണ്ടാവണം. അതുപോലെ തന്നെ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്ന വൈദികന് താമസിക്കാനുള്ള സ്ഥലമെല്ലാം സ്വന്തമായിട്ടുണ്ടാവണം. ഇപ്പോൾ നമുക്കറിയാം, അധ്യക്ഷൻ ഈ കാർഡിഫ് അതിരൂപതയുടെ
ഇടവക എന്ന നിലയിൽ ഇവിടെ വികാരി ആയിരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ നമുക്ക് ഈ പള്ളി ഇതുപോലെ ഉപയോഗിക്കുവാനും അതുപോലെ തന്നെ ഇവിടെ അച്ഛനെ താമസിക്കാനും സാധിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഓർക്കാം. ഇത് നമ്മുടെ സമൂഹത്തിന്റെ മലബാർ സമൂഹത്തിന്റെ സ്വന്തമാകുമ്പോൾ ഇത് ഒരു ഇടവകയായിട്ട് യോസേപ്പിന്റെ നാമത്തിലുള്ള ഒരു ഇടവക ആയിട്ട് ഇത് മാറും. അതിനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഓർക്കുമ്പോഴും പെട്ടെന്ന് തന്നെ കർത്താവ് അത് ചെയ്യും എന്നുള്ള വലിയ ഒരു പ്രതീക്ഷയുമാണ് എനിക്ക് ഉള്ളത്. പിതാവിന്റെ നാമത്തിലുള്ള ഒരു ആരാധന സമൂഹമാണിത്. അറിയാവുന്നതുപോലെ ഈശോയുടെ അമ്മയായ മറിയത്തിന്റെയും പേരുകൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്രിസ്തീയ വിശ്വാസികളെല്ലാം ഉരുവിടുന്ന നാമം മാർ യോസേപ്പിൻ്റെതാണ്. അറിയാം, ഈശോ മറിയം യോസേപ്പെ എന്നാണ് നമ്മൾ പറയുന്നത്. എല്ലാ സമയങ്ങളിലും പ്രത്യേകിച്ച് മരണസമയത്തെല്ലാം നമ്മൾ ഉരുവിടുന്ന നാമങ്ങളാണ് ഈശോയും മറിയവും യോസേപ്പും. സാർവത്രിക സഭയുടെ സംരക്ഷകനാണ് യോസേപ്പിതാവ്. അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തെ യോസേപ്പിതാവിന്റെ പ്രത്യേക സംരക്ഷണത്തിന് ഞാൻ സമർപ്പിക്കുന്നു. യോസേപ്പിതാവിന്റെ പ്രത്യേകമായിട്ടുള്ള ഇടപെടലിൽ ഇവിടെയുള്ള എല്ലാവരുടെയും കാര്യങ്ങളിൽ കർത്താവ് പ്രവർത്തിക്കും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. ഞായറാഴ്ച ദിവസമാണ്. ഞായറാഴ്ച ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് ആഘോഷിക്കുന്നത് ഈശോയുടെ ഉയർപ്പാണ്. ഉയർപ്പിന്റെ ദിവസമാണ്. ഓരോ ആഴ്ചയിലും നമുക്ക് ഉയർപ്പ് ദിവസം ലഭിക്കുകയാണ് ഞായറാഴ്ച. ഈ ഞായറാഴ്ചയെ വിളിക്കുന്ന പേര് 8-ാം ദിവസം എന്നാണ്. നമുക്കറിയാം, ആഴ്ചയ്ക്ക് 7 ദിവസങ്ങളാണ്. ഞായറാഴ്ച 8-ാം ദിവസം ആകുമ്പോൾ അത് ഈ ലോക ജീവിതത്തിനപ്പുറത്തുള്ള ആ ജീവിതത്തിന്റെ അനുഭവമാണ് നമുക്ക് ഞായറാഴ്ച തരുന്നത്. അതുകൊണ്ടാണ് ഞായറാഴ്ചയെ 8-ാം ദിവസം എന്ന് നമ്മൾ വിളിക്കുന്നത്. നമ്മൾ വായിച്ചേണ്ട വായനകളെല്ലാം തന്നെ നമ്മളെ വിസ്മയിപ്പിക്കുന്ന വായനകളാണ്. വലിയ വിസ്മയം നമുക്കുണ്ടാവും തിരുവചനം വായിക്കുന്നത്. പ്രത്യേകിച്ച് സുവിശേഷം 5-ാമത്തെ അധ്യായം 19 മുതൽ 29 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഈശോ പറയുകയാണ്, പുത്രന് പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. ദൈവമാണ്. പക്ഷേ ഈശോ പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല എന്ന്. എന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുന്നത് കൊണ്ട് പിതാവ് ചെയ്തതെല്ലാം പുത്രനെ കാണിച്ചു കൊടുക്കും എന്ന്. ദൈവത്തിന്റെ പ്രവൃത്തികൾ ആണ് ഈശോയിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിന്റെ പ്രവൃത്തികൾ ചെയ്യാനുള്ളത് കൊണ്ട് മറ്റൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. പൗലോസ് പറയുന്നുണ്ട്, സൈന്യത്തിൽ ചേർത്ത ആളിന്റെ കാര്യം നോക്കാനുള്ളത് കൊണ്ട് മറ്റ് കാര്യങ്ങളിൽ ഇടപെടലില്ല എന്ന്. സൈന്യത്തിൽ ചേർത്ത ആളിന്റെ കാര്യം നോക്കാനുള്ളത് കൊണ്ട് എന്ന് പറയുന്ന പോലെയാണ്. ആരാണോ അയക്കുന്നത്? പിതാവാണ് പുത്രനെ അയക്കുന്നത്. പുത്രൻ പിതാവിന്റെ തന്നെ സത്തയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഈശോയെ കാണുമ്പോൾ, ഈശോയെ കേൾക്കുമ്പോൾ പിതാവിനെ കാണുന്നു, പിതാവിനെ കേൾക്കുന്നു. അപ്പൊ പിതാവ് ചെയ്യുന്നതെല്ലാം പുത്രനും ചെയ്യുകയാണ്. ഈശോ പറയുകയാണ്, ഇതിൽ വലിയ കാര്യങ്ങൾ പിതാവ് പുത്രനെ കാണിക്കും എന്ന്. സൃഷ്ടികർമ്മം അതാണല്ലോ നമ്മൾ കാണുന്നത്. ദൈവത്തിന്റെ വലിയ പ്രവൃത്തികളാണ്. അനേക നൂറ്റാണ്ടുകൾ, അനേക വർഷങ്ങൾ എല്ലാം ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ, സൃഷ്ടിയുടെ വലിയ പ്രവൃത്തികൾ, പരിപാലനയുടെ വലിയ പ്രവൃത്തികൾ. അപ്പൊ അതിലും വലിയ പ്രവൃത്തി എന്താണ്?
അതിലും വലിയ പ്രവർത്തികൾ പുത്രനെ കാണിക്കും എന്ന്. അതിലും വലിയ പ്രവൃത്തിയാണ് ഈശോയുടെ പീഡാസഹനവും മരണവും ഉത്ഥാനവും സ്വർഗ്ഗാരോഹണവും. അതുപോലെ തന്നെ പിതാവിന്റെ വലതുവശത്തുള്ള ആ വലിയ സ്ഥാനവും, അതുപോലെ തന്നെ അവിടെ നിന്ന് വർഷിക്കപ്പെടുന്ന ആ ആത്മാവിന്റെ വലിയ കാര്യം. എന്താണ്? സൃഷ്ടികർമ്മത്തിന്റെയും പരിപാലനയുടെയും എല്ലാം അതിലുമെല്ലാം വലുപ്പമുള്ള പ്രവൃത്തി, ഏറ്റവും വലിയ പ്രവൃത്തിയാണ്. അത് രക്ഷയാണ്, രക്ഷയുടെ പ്രവൃത്തിയാണ്. അപ്പോൾ ഈ പിതാവ് പുത്രനെ കാണിക്കുന്ന അതിലും വലിയ പ്രവൃത്തികൾ, ഏറ്റവും വലിയ പ്രവൃത്തികളാണ് ഈശോയുടെ മരണവും ഉത്ഥാനവും. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് ഞായറാഴ്ച ഒന്നിച്ചു കൊടുക്കുകയും ഏതൊരു അവസരത്തിൽ നമ്മൾ ഒന്നിച്ചു കൂടി കുർബാന അർപ്പിക്കപ്പെടും ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രവൃത്തികളാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഈശോയുടെ മരണവും ഉത്ഥാനവുമാണ്. ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മുടെ തിരുവചനത്തില് നമ്മൾ കേട്ടു. ആ കാര്യങ്ങളൊന്നും അതെല്ലാം നമുക്ക് ഇപ്പോഴും ധ്യാന വിഷയമാക്കാനായിട്ട് സാധിക്കില്ല. എന്നിരുന്നാലും നമ്മൾ കേട്ട വചനത്തില് കല്ലറകളിലുള്ളവരെല്ലാം അവന്റെ സ്വരം കേൾക്കും എന്ന്, കേൾക്കുന്നവര് ജീവിക്കും. അതിനുശേഷം പറയുകയാണ്, എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. എന്താണ് നന്മ? എന്ത് പ്രവൃത്തി ചെയ്താലാണ് നമുക്ക് നിത്യം ജീവിക്കാനായിട്ട് സാധിക്കുന്നത്? ഇതാണ് പിതാവിന് ഇഷ്ടപ്പെട്ട പ്രവൃത്തി. ഒരേ ഒരു നന്മയെ പിതാവിന് ഇഷ്ടമുള്ളൂ. പിതാവ് അയച്ച പുത്രനിൽ വിശ്വസിക്കുക. ഇതാണ് ദൈവത്തിന് ഇഷ്ടപ്പെട്ട പ്രവൃത്തി. നന്മ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തിയേ ഉള്ളൂ, അത് പിതാവ് അയച്ചവരിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. There is only one good thing. That good thing is to believe in Jesus, the one who is sent by his Father. പിതാവ് അയച്ച പുത്രനിൽ വിശ്വസിക്കുന്നവരെല്ലാം ജീവനിലേക്ക്, നിത്യജീവനിലേക്ക്, അവസാനമില്ലാത്ത ജീവനിലേക്ക് പ്രവേശിക്കുന്നു. ഈ നന്മ പ്രവൃത്തി ചെയ്യാൻ പറ്റാത്തവര്, ഈശോയിൽ വിശ്വസിക്കാൻ പറ്റാത്തവര് വിധിയുടെ ഉയർപ്പിനായിട്ടാണ് പുറത്തു വരുന്നത്. നമ്മൾ വായിച്ചു കേട്ട സുവിശേഷമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തെ വിലയിരുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമുക്ക് ഈശോയിൽ വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? നമ്മൾ വായിച്ചു കേട്ട സുവിശേഷത്തിൽ കേട്ട മറ്റൊരു കാര്യമാണ്, എപ്പോഴാണോ നമ്മൾ ഈശോയിൽ വിശ്വസിക്കുന്നത് അപ്പോൾ മുതൽ നമ്മൾ ജീവനിലേക്ക് പ്രവേശിക്കുന്നത് എത്രയോ വലിയൊരു കാര്യമാണ്. നമ്മൾ സ്വാഭാവികമായിട്ടും ഈ ദേവാലയത്തിൽ ഇപ്പോഴായിരിക്കുന്നവരെല്ലാം ഈശോയിൽ വിശ്വസിക്കുകയും അതിനുശേഷം ഈശോയുടെ ശരീരത്തിലേക്ക് മാമോദീസായിലൂടെ ഉൾച്ചേർക്കപ്പെട്ടവരുമാണ്. ഈശോയുടെ ശരീരത്തിൽ ഉൾച്ചേർക്കപ്പെട്ട് ഈശോയുടെ ആത്മാവിനാൽ നിറഞ്ഞ് മറ്റൊരു ദൈവപുത്രയായി മരണമില്ലാത്ത ഒരു ജീവിതത്തിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. നമ്മൾ കേട്ട കാര്യമാണ്. എപ്പോഴാണോ വിശ്വസിക്കുന്നത്, എപ്പോഴാണോ ഉദാസനയിലൂടെ, പ്രത്യേകിച്ച് മാമോദീസായിലൂടെ ഈശോയുടെ ഭാഗമാകുന്നത്, അപ്പോൾ മുതൽ ഇനി മരണമില്ല. ഇതാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ യുണീക്നെസ്. ബിക്കോസ് there is no more death for Jesus, and we believe in Jesus and we are incorporated. We become one body in Jesus, and there is no more death in Jesus and those who are incorporated in Jesus. നമ്മുടെ വായനകളെല്ലാം തന്നെ നമ്മളെ ഈശോയുടെയും
സ്വർഗ്ഗാരോഹണത്തിലേക്കാണ്. നമുക്കറിയാം, ഈ വരുന്ന വ്യാഴാഴ്ച ഈശോയുടെ 40-ാം ദിവസമാണ്. ഈശോയുടെ കഴിഞ്ഞുള്ള 40 ദിവസങ്ങൾ ഈശോ പഠിപ്പിക്കുകയായിരുന്നു. പഠിപ്പിച്ചതിന് ശേഷം ഈശോ ഉയർത്തുകയാണ്. മനോഹരമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ രണ്ടാമത്തെ വാക്യത്തിൽ കേട്ടു. ഏലിയ പറയുകയാണ്, ഞാൻ സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ, എലീശാവ് പറയുകയാണ്, ഞാൻ സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ നീ ചോദിച്ച ആ കാര്യം ഏലിയായിലുള്ള ആത്മാവിന്റെ ഇരട്ടി പങ്ക്. എത്രയോ വലിയ കാര്യമാണ്, നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ഒരു ഗ്രോത്ത്, ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവുകയാണ്. ഏലിയായ്ക്ക് ശേഷം എലീശ, ഏലിയായുടെ ഇരട്ടി അഭിഷേകം എലീശായ്ക്ക് ലഭിക്കുകയാണ്. നമ്മൾ കാണുന്നുണ്ട് ഈശോ പറഞ്ഞ കാര്യം, ഞാൻ പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നത് കൊണ്ട് ഞാൻ ചെയ്തതിലും വലിയ കാര്യങ്ങൾ ചെയ്യും. തിരുസഭ ഈശോ ചെയ്തതിലും വലിയ കാര്യങ്ങൾ ചെയ്യും. ഒരു വളർച്ചയാണ് നമ്മൾ കാണുന്നത്. ഏലിയായുടെ ഇരട്ടി അഭിഷേകം എലീശായ്ക്ക്. അങ്ങനെ ഈശോ പറഞ്ഞു, ഞാൻ പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നത് കൊണ്ട് ഞാൻ ചെയ്തതിലും വലിയ കാര്യങ്ങൾ, ഞാൻ ചെയ്തതിലും ഇരട്ടി കാര്യങ്ങൾ. ഇല്ലെങ്കിൽ ഞാനെന്ന ഒരു വ്യക്തി ചെയ്ത കാര്യം അതിന്റെ ഇരട്ടി എന്നിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും ചെയ്യും. തിരുസഭയായിട്ട് എത്രയോ വലിയ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഏലിയ പറഞ്ഞു, ഞാൻ സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് നീ കാണണം. നമ്മൾ ഓരോ കുർബാനയിലും പങ്കുചേരുമ്പോൾ ഈശോയുടെ സ്വർഗ്ഗാരോഹണം കാണുകയാണ്. എപ്പോഴാണ് കാണുന്നത് അറിയാമോ? ഓരോ കുർബാനയിൽ നമ്മൾ പങ്കുചേരുമ്പോൾ ഈശോയുടെ സ്വർഗ്ഗാരോഹണം നമ്മൾ കാണും. ഈശോയുടെ സ്വർഗ്ഗാരോഹണത്തിൽ നമ്മൾ പങ്കുചേരും. അങ്ങനെ ഏലിയായ സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് കണ്ട എലീശായ്ക്ക് ഇരട്ടി അഭിഷേകം ലഭിച്ചതുപോലെ ഓരോ പ്രാവശ്യവും നമ്മുടെ ഈശോയുടെ സ്വർഗ്ഗാരോഹണത്തിൽ പങ്കുചേരുമ്പോൾ, ഈശോയുടെ സ്വർഗ്ഗാരോഹണം കാണുമ്പോൾ ഇരട്ടി അഭിഷേകം നമുക്ക് ലഭിക്കുകയാണ്. ഇതറിയാം, എപ്പോഴാണ് ഈശോയുടെ സ്വർഗ്ഗാരോഹണത്തിൽ ഒരു കുർബാനയിൽ പങ്കുചേരുമ്പോൾ നമ്മൾ കാണുകയും പങ്കുചേരുകയും ചെയ്യുന്നു. അത് പറയാൻ പറ്റും. Children, you know, when we participate in the ascension of Jesus during the Holy Kurbana, you can say, നമ്മുടെ ബ്ലെസ്സിംഗ് സ്വീകരിക്കുമ്പോഴാണ്, സമാപന ആശീർവാദം സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ ഈശോയുടെ സ്വർഗ്ഗാരോഹണത്തിൽ പങ്കുചേരുന്നത്. കുർബാന പൂർത്തിയാകുന്ന അവസരത്തിൽ അവസാനത്തിൽ കുത്താമം എന്ന് പറയും, സമാപന ആശീർവാദ പ്രാർത്ഥന. അതിനുശേഷം കാർമ്മികൻ കരങ്ങൾ ഉയർത്തി ആശീർവദിക്കുമ്പോൾ ഈശോ കരങ്ങൾ ഉയർത്തി ആശീർവദിക്കുകയാണ്. എപ്പോഴെല്ലാം ഒരു കാർമ്മികൻ, ഒരു പുരോഹിതൻ ആശീർവദിക്കുന്നുണ്ടോ അപ്പോഴെല്ലാം ഈശോയാണ് ആശീർവദിക്കുന്നത്. വളരെ പ്രത്യേകമായ നമ്മുടെ കുർബാനയുടെ സമാപന ആശീർവാദത്തിൽ നമ്മൾ പങ്കുചേരുമ്പോൾ ഈശോയുടെ സ്വർഗ്ഗാരോഹണത്തിൽ പങ്കുചേരുക. ആശീർവദിച്ചത് ഈശോയാണ്, ആശീർവദിച്ചിരിക്കുന്നതും ഈശോയാണ്. അപ്പോൾ ഏലിയാ സ്വർഗ്ഗത്തിലേക്ക് പോകുന്നത് കണ്ട ഈശോയായി ഇരട്ടി അഭിഷേകം ലഭിച്ചുവെങ്കിൽ ഓരോ കുർബാനയിലും ഈശോയുടെ സ്വർഗ്ഗാരോഹണം കാണുകയും അതിൽ പങ്കുചേരുകയും ചെയ്യുന്ന ഓരോരുത്തർക്കും ഇരട്ടി അഭിഷേകം, ഈശോയുടെ ഇരട്ടി അഭിഷേകം, ഈശോയുടെ അതേ ആത്മാവിനെ നമുക്ക് ലഭിക്കുകയാണ്. ഇന്ന് നാമത്തെ വാങ്ങിയ മറ്റൊരു മനോഹരമായ കാര്യമുണ്ട്. കാർമേഘം ഉയരുമ്പോൾ ആ കാർമേഘത്തിൽ ഒരു മഴവില്ലും ഉണ്ടായിരിക്കും എന്ന്. അതുകൊണ്ട് ആ മഴവില്ല് ദൈവം കാണുന്നത് കൊണ്ട് ഒരിക്കലും നോഹയുടെ കാലത്ത് വെള്ളപ്പൊക്കത്തിലൂടെ നശിപ്പിച്ചതുപോലെ
ഒരിക്കലും മനുഷ്യവംശത്തെയും സൃഷ്ടികളെയും ദൈവം നശിപ്പിക്കില്ല. ദൈവം പറഞ്ഞാൽ പറഞ്ഞതാണ്, ഒരു മാറ്റവുമില്ല, വള്ളിപൊള്ളി മാറ്റമില്ലാത്ത കാര്യമാണ്. ഇന്ന് നമുക്കറിയാം, ആ മഴവില്ല് എന്ന് പറയുന്നത് സ്ലീവായുടെ അടയാളമാണ്. നമുക്കറിയാം, കാർമേഘം എന്ന് പറയുന്നത് അത് തിന്മയുടെ തെറ്റിന്റെ പ്രതീകമാണ്. ആ കാർമേഘത്തോടൊപ്പം മഴവില്ലുണ്ട് എന്ന് പറയുന്നത് പോലെ പാപം ഉള്ളിടത്ത് കൃപ സ്ലീവ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരാളെയും പാപത്തിന്റെ പേരിൽ ദൈവം ശിക്ഷിക്കില്ല. എല്ലാവരെയും ആ പുതിയ മഴവില്ലായ സ്ലീവായിലേക്ക് നോക്കുമ്പോൾ, ഈശോയിലേക്ക് നോക്കുമ്പോൾ എല്ലാവരുടെയും പാപങ്ങൾ ക്ഷമിക്കും. അതാണ് നമ്മൾ കാണുന്നത്. പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം ഈശോയെ നോക്കിക്കൊണ്ട് ഈശോയുടെ മനുഷ്യാവതാരത്തെയും പീഡാനുഭവത്തെയും അതുപോലെ തന്നെ മരണത്തെയും ഉത്ഥാനത്തെയും സ്വർഗ്ഗാരോഹണത്തെയും ഈശോയുടെ പിതാവിന്റെ സന്നിധിയിലുള്ള നിരന്തരമായിട്ടുള്ള മധ്യസ്ഥതയുടെ ഫലമായിട്ടാണ് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നത്. എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നത്. നമ്മൾ വായിച്ചു കേട്ട മൂന്നാമത്തെ വായനയിലെ മനോഹരമായിട്ടുള്ള ഒരു കാര്യം, ഏലിയാ സഹോദരികൾ കരയിലെപ്പോൾ എലീശാ ചോദിച്ചത് ഏലിയായിൽ പ്രവർത്തിക്കുന്ന ആ ചൈതന്യത്തിന്റെ ഇരട്ടി അഭിഷേകമാണ് എന്ന് പറയുന്നത്. പറയുകയാണ്, ആത്മീയ മനുഷ്യരെല്ലാം ചോദിക്കേണ്ടത് ആത്മാവിനെയാണ്. ആത്മാവിന്റെ അഭിഷേകം, ഇരട്ടി അഭിഷേകം ഓരോ കുർബാനയിലും വരുമ്പോൾ, ഓരോ പ്രാർത്ഥനയില്, കുടുംബ കുർബാനകളില്, ഉദാശകളില് എല്ലാം പങ്കുചേരുമ്പോൾ നമ്മൾ ചോദിക്കേണ്ടത് ഈ ഒരു കാര്യമാണ്. ആത്മീയ മനുഷ്യരാണെങ്കിൽ, ജഡദൈഹിക മനുഷ്യര് അതിന്റെ അവസാനം മരണമാണ്. എന്നാൽ ആത്മീയതയുടെ അവസാനം ജീവനും സമാധാനവും ആണ് എന്ന്. അപ്പൊ നമ്മൾ ചോദിക്കേണ്ടത്, ക്രിസ്ത്യാനി എന്ന നിലയില്, കത്തോലിക്കൽ എന്ന നിലയിൽ, സർവ്വമത വിശ്വാസി എന്ന നിലയിൽ, ഈ പുതിയ മിഷന്റെ അംഗം എന്ന നിലയിൽ എപ്പോഴും നമ്മൾ ചോദിക്കേണ്ടത്, ഇന്നത്തെ വായനയുടെ അടിസ്ഥാനത്തില് ആത്മാവാണ്, ആത്മാവിന്റെ അഭിഷേകമാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഇന്നത്തെ വായനകളെല്ലാം ഈ കാര്യങ്ങളാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഒരു ദിവസം കണ്ടടയ്ക്കണം. ഈ ദേവാലയത്തിൽ ഞാൻ ശുശ്രൂഷിക്കാൻ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രവൃത്തിയായ ഈശ്വരനാമത്തിൽ ഉത്ഥാനത്തിന് ഞാൻ നന്ദി ചെയ്യുമ്പോൾ ഈശോ പറഞ്ഞതുപോലെ പറയാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ഈശോയുടെ അഭിഷേകം, വിശുദ്ധത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആത്മാവിന്റെ നിറവ്, അതാണോ ഞാൻ ചോദിക്കുന്നത്? സുശേഷത കാണുന്നത് അത്യോടെ രാജ്യം അന്വേഷിക്കും. ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. മുകളിലെല്ലാം കൂട്ടിച്ചേർത്ത് കർത്താവ് തരും. ഈശ്വരത്തിന്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ. ഈശ്വരത്തിന്റെ വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതിന് ആത്മാവിന്റെ വലിയ നിറവ് നമുക്ക് ആവശ്യമാണ്. പ്രത്യേകിച്ചും ഈശോയുടെ സ്വർഗ്ഗാരോഹണത്തിനായി നമ്മൾ ഒരുങ്ങുമ്പോൾ, പന്തക്കുസ്തായ്ക്കായി നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ ഏക ലക്ഷ്യം ഈ ആത്മാവിൽ നിറയുക എന്നുള്ളതാണ്. വിശുദ്ധ സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യും. കുർബാന സ്വീകരിക്കുമ്പോഴെല്ലാം നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. ഏതൊരു പ്രാർത്ഥനയിൽ പങ്കുചേരുമ്പോഴും, ഏതൊരു കാര്യം സഭ ചെയ്യുമ്പോഴും ഇതിന്റെ ഉദ്ദേശം പരിശുദ്ധാത്മാവിനെ നൽകുക എന്നുള്ളതാണ്. സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമുക്ക് കുർബാനയിൽ സജീവമായിട്ട് പങ്കുചേരാം.